ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സസ് കപ്പാസിറ്റി ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും അതേപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് പറഞ്ഞു. അതിന് തമ്മിൽ രണ്ട് ഗ്രാഫുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതേപോലെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനെ പറ്റിയിട്ടാണ് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ഗ്രാഫുകളിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മോണോപോളിസ്റ്റിക് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അവർക്ക് ഫ്രീ എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. ഇതാണ് എന്താണ് മോണോപോളിയുടെ ഒക്കെ അർത്ഥം എന്നാണ്. ഇവിടെ അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ നോ ഫേം പ്രൊഡ്യൂസ്ഡ് ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി. അതായത് ഫുൾ കപ്പാസിറ്റിയിലെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതായത് ഫുൾ പ്രൊഡക്ട്സ് കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഫുൾ കപ്പാസിറ്റി ഒരു എന്താ പറയുക, 1000 യൂണിറ്റ്സ് ഒക്കെ ആണെങ്കിൽ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടടുത്ത് അവർ 700 യൂണിറ്റോ അല്ലെങ്കിൽ 800 യൂണിറ്റ്സ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേ ആർ ഡെലിബറേറ്റ്ലി അണ്ടർ യൂട്ടിലൈസ് ദ കപ്പാസിറ്റി ഓഫ് ദി എക്കണോമി. അവരെന്താണ് മനഃപൂർവ്വം അണ്ടർ യൂട്ടിലൈസ് ചെയ്യാണ് കൂടുതലും ചെയ്യുന്നത്. അവരത് വിടുകയാണ് മനഃപൂർവ്വം. ഇത് എന്താണ്, ഇവർ ഇപ്പോൾ ഈ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനടുത്ത് 700 രൂപ ആണ് വിൽക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വിൽക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ലോങ് റൺ ഇവിടെ ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അറ്റ് വിച്ച് ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഇൻ മിനിമം. അതായത് ലോങ് റൺ ആവറേജ് കോസ്റ്റിൽ ഔട്ട്പുട്ട് മിനിമം ആകുമ്പോൾ ആ പോയിന്റിൽ മാക്സിമം ഔട്ട്പുട്ടിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയില്ല. അവിടെ LAC ആവറേജ് കോസ്റ്റ് മിനിമം പോയിന്റിൽ എത്തുന്ന സമയത്ത് അവരത് പ്രൊഡ്യൂസ് ചെയ്യില്ല. മോണോപോളി മാക്സിമം പ്രോഡക്റ്റ് ഈ പോയിന്റിലാണ് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. LACയിലാണ് അവർ മാക്സിമം പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇൻ അതർ വേർഡ്സ്, ഫേംസ് അണ്ടർ മോണോപോളി ഇൻ ലോങ് ഇക്വിലിബ്രിയം പ്രൊഡ്യൂസ് വിച്ച് ലെസ് ദാൻ ഐഡിയൽ ഔട്ട്പുട്ട്. മോണോപോളിറ്റിക് ഫോമിൽ ലോണിൽ എത്തുമ്പോൾ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കും. അത് ഐഡിയൽ ഔട്ട്പുട്ടിനേക്കാൾ കുറവാണ്. ഇവരെ 100% മെറ്റീരിയലും വർക്കും അതിൽ പ്രൊഡക്ഷനൊന്നും നടത്തില്ല. അതുപോലെ മാക്സിമം പ്രോഡക്റ്റും ഐഡിയൽ ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇക്വിലിബ്രിയമാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായ? ഇതിൽ ഐഡിയൽ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ടോ ഒന്നും ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇക്വിലിബ്രിയം മാത്രമാണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അവരുടെ ഫുൾ കപ്പാസിറ്റിക്ക് താഴെയാണ്. ഈ ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അവരുടെ ഫുൾ കപ്പാസിറ്റിക്കാണ്. ഐഡിയൽ ഔട്ട്പുട്ട് താഴെയാണ്. ഫ്രെയിംസിന് അണ്ടർ മോണോപോളിറ്റിക് കോമ്പറ്റീഷൻ ഹാവ് അൺയൂസ്ഡ്. ഐഡിയൽ ഔട്ട്പുട്ട് ആയതുകൊണ്ട് അത് നമ്മുടെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ താഴെ ആയതുകൊണ്ട് അവിടെ എന്താ ഉണ്ടാവുന്നത്, അവിടെ അൺയൂസ് ആണ് ഉണ്ടാവുന്നത്. അവരെ ഉപയോഗിക്കാതെ കപ്പാസിറ്റി ഉണ്ടാകുന്നു. 100% കപ്പാസിറ്റിയിൽ അവർ പ്രൊഡക്ഷനും സപ്ലൈ നടത്തുന്നത് എത്രയാണ്? 80 അല്ലെങ്കിൽ 90% ആണ് അവർ യൂസ് ചെയ്യുന്നത്. അവിടെ അൺയൂസ്ഡ് ഓർ എക്സസ് കപ്പാസിറ്റി അവിടെ ഉണ്ടാകില്ല. അതാ പറഞ്ഞ എക്സസ് കപ്പാസിറ്റി മെഷർ in the words the firm under monopolistic competition long run equilibrium produce output which is less than the ideal output. Thus firm under monopolistic competition have അൺയൂസ്ഡ് ഓർ എക്സസ് കപ്പാസിറ്റി. എന്താണ്ടാവണേ അവിടെ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ സപ്ലൈ നടത്തുമ്പോൾ ഒന്നെങ്കിൽ 90 or 80% ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എന്താണ് അൺയൂസ്ഡ് അല്ലെങ്കിൽ എക്സസ് കപ്പാസിറ്റി ആണ് ഉണ്ടാവുന്നത്. ഈ ഐഡിയൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഐഡിയൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 100% കപ്പാസിറ്റി അവർക്ക് 100% കപ്പാസിറ്റി ഉള്ളവർക്ക് എത്ര പ്രൊഡക്ഷൻ നടത്താൻ പറ്റും, അതിന് മിനിമം അവർക്ക് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. മനസ്സിലായോ? ഐഡിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന 100% കപ്പാസിറ്റിയിൽ അവർക്ക് എത്ര പ്രൊഡക്ട്സ് നടത്താൻ പറ്റും, അത് എത്ര മിനിമം അവർക്ക് എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇക്വിലിബ്രിയം അതായത് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്
ഔട്ട്പുട്ട് എത്രയാണ് അത് തമ്മിലുള്ള വ്യത്യാസത്തിനാണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എക്സസ് കപ്പാസിറ്റി മെഷർ ദ ഐഡിയൽ ഔട്ട്പുട്ട് ആൻഡ് പ്രോഫിറ്റ് മാക്സിമം ഔട്ട്പുട്ട്. ഐഡിയൽ ഔട്ട്പുട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഐഡിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100% പറഞ്ഞു. അത് ഇക്വിലിബ്രിയം പ്രോഫിറ്റ്, മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ഔട്ട്പുട്ട്, അവർ തമ്മിലുള്ള വ്യത്യാസത്തിനെ പറയുന്നതാണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി ഐഡിയൽ കപ്പാസിറ്റി ലീസ്റ്റ് കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് വിച്ച് ക്രോസ് ദ LAC ഏറ്റവും മിനിമം യു ഷേപ്പ് ആ കർവ് ആയിട്ട് അറ്റ് അതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഇതിൽ ഒരു എന്താ പറയുക, ഐഡിയൽ ഔട്ട്പുട്ട് അറ്റ്ലീസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ട് വിൽ കറസ്പോണ്ടിങ് ടു മിനിമം പോയിന്റ് ഓൺ LAC. ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഔട്ട്പുട്ട് കറസ്പോണ്ടഡ് ടു ദാറ്റ് പോയിന്റ് വെർ MC ഈക്വൽ ടു MR. അതായത് മോണോപ്രോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഇവിടെ എന്താ പറയുക, ഐഡിയൽ കപ്പാസിറ്റി ലീസ്റ്റ് കോസ്റ്റ് ഔട്ട്പുട്ട് വിച്ച് കറസ്പോണ്ടിങ് ടു LAC ഏറ്റവും മിനിമം യു ഷേപ്പ് കർവും അറ്റ് മിനിമത്തിൽ എത്തുന്ന പോയിൻ്റാണ് ഐഡിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ബട്ട് മോണോപോളിസ്റ്റിക് ഇക്വിലിബ്രിയം ഔട്ട്പുട്ടാണ്. AC മിനിമം പോയിന്റ് നോക്കിയില്ല, AC മിനിമം പോയിന്റ് നോക്കില്ല. MC ഈക്വൽ ടു MR ആണ് ഇവിടെ നോക്കണം. സോ ഇപ്പോൾ കോമ്പറ്റീഷൻ ലോങ് റണ്ണിലെ എക്സസ് കപ്പാസിറ്റി ഉണ്ടാകില്ല, ബിക്കോസ് MC ഈക്വൽ ടു MR പോയിന്റ് ആണ്, ഇക്വിലിബ്രിയം പോയിന്റ് ആണ് ഇവിടെ ശ്രദ്ധിക്കുള്ളൂ. അതേപോലെ തന്നെ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, എക്സസ് കപ്പാസിറ്റി ഈക്വൽ ടു ഐഡിയൽ ഔട്ട്പുട്ട് മൈനസ് പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട്. അതേപോലെ തന്നെ ഇതിൽ പറയണത്, മെയിനായിട്ട് പറയണത് ഈ ഡയഗ്രാമിൽ നോക്കാം. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫ്രീ എക്സിറ്റ് ചെയ്യാനും എൻട്രി ചെയ്യാനും പറ്റണം. അതുകൊണ്ട് അവർക്ക് എന്താ ഉണ്ടാവണേ, ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് ആണ് കൂടുതലും അവർ ഇത് പറഞ്ഞിട്ടാണ്. സോ ദർ ഇസ് നോ എക്സസ് കപ്പാസിറ്റി ബിക്കോസ് ഫേം ഓപ്പറേറ്റ് അറ്റ് മിനിമം പോയിന്റ് ഓഫ് LAC. അതുകൊണ്ട് എന്താണ്, അവർക്ക് കൂടുതലൊന്നും എക്സസ് കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല. അപ്പോൾ അവർക്ക് LAC ആണ് അവരുടെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് കർവ്. ദ ഐഡിയൽ ഔട്ട്പുട്ട് coincides with the profit maximization output. We can enter from following ഡയഗ്രാമത്തിലൂടെ പറയാം. ഇതിൽ OY എന്ന് പറഞ്ഞ പ്രൈസും OQ എന്ന് പറഞ്ഞത് ഔട്ട്പുട്ടും ആണ്. അതിൽ കാണാം LAC അതുപോലെ LMC ഈക്വൽ ആണ്, MC ഈക്വൽ ടു MR ആണെന്ന് പറയുന്നു. അതിൽ LAC അതുപോലെ LMCയും MCയും MRും ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. EQ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം, Q പറയുന്നത് OQ, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് OP ആണ്. സോ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആണ് ഇൻ ദ കേസിൽ. LAC മിനിമം വരുന്ന ആ പോയിന്റിനാണ് ഈ പോയിന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞത്. പെർഫെക്റ്റ് നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് സോ എക്സസ് കപ്പാസിറ്റി ഇതിൽ ഇല്ല, അതാണ് ഇതിൽ പറയണത്. എന്താ പറയുക, പെർഫെക്റ്റ് നോർമൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഇവിടെ എക്സസ് കപ്പാസിറ്റി ഇല്ല. LCM മിനിമം പോയിന്റിൽ എന്താണ് ഐഡിയൽ കപ്പാസിറ്റി ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഓർ മാക്സിമം ഔട്ട്പുട്ട് ഈക്വൽ ടു MC ഈക്വൽ ടു MR. ഈ ഔട്ട്പുട്ടും അതുപോലെ ഐഡിയൽ ഔട്ട്പുട്ടും അതേപോലെ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസത്തിന് പറയുന്നതാണ് എന്തെന്നുള്ളത് എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ MC ഈക്വൽ ടു MR, ദ പോയിന്റ് ഓഫ് LAC മിനിമം പോയിന്റ്. സോ പെർ കോമ്പറ്റീഷൻ എക്സസ് കപ്പാസിറ്റി ഇല്ല, അതാണ് അത് ബേസ് ആണ്. ഇതിൽ ഫിഗറിൽ തന്നെ എന്താ പറയുക, LAC ആണ് ഏറ്റവും ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. സോ ദർ ഇസ് നോ എക്സസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതാണ് ഇതിൽ പറയണത്. അപ്പോൾ എന്താണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഔട്ട്പുട്ട് മൈനസ് പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട്. അത് എക്സസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലായി എന്ന് വയ്ക്കാം. ഇനി നമ്മൾ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആകുമ്പോൾ
എന്താ വരണേന്ന് പറഞ്ഞു. ബട്ട് സിറ്റുവേഷൻ ഡിഫറെൻറ്റ് ഫ്രം മോണോപോളിസ്റ്റിക് കോമ്പി ബിക്കോസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫ്രം ഡൗൺവേർഡ്സ് ആണ്. ഇവിടെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെയില്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മെനി ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. ഈ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആകുമ്പോൾ എന്താണ് അവിടെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന് ഉണ്ടാകുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം ആവാം, പ്രോഡക്റ്റിന് പ്രൈസ് ആവാം, എനിത്തിങ്, അതൊക്കെയാണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ. അവിടെ ആയതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ മുമ്പ് ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ടു പാരലൽ ഇതായിരുന്നു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇവിടെ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആയതുകൊണ്ട് ഇവിടെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഈ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് ഗെറ്റ് ടാൻജൻറ്റ് ടു യു ഷേപ്പ്ഡ് LAC, ഒരു യു ഷേപ്പ്ഡ് ആയിട്ടാണ്. ആൻഡ് LAC സെറ്റ് സെയിം പോയിന്റ് അറ്റ് ദ ലെഫ്റ്റ് മിനിമം പോയിന്റ്. അതായത് ഡൗൺവേർഡ്സ് ടാൻജൻറ്റ് ആകുന്നത് ഡിമാൻഡ് കർവിൻ്റെ ടാൻജൻറ്റ് വിത്ത് LAC ആയിട്ട് ടാൻജൻറ്റ്. ഇവിടെ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് MC ആണ്, മിനിമം LAC ഐഡൻറ്റിക്കൽ കപ്പാസിറ്റി ആകുന്നു. ഇവിടെ ഈ ഗ്രാഫിൽ കാണാൻ ഇത് എന്താണെന്ന് വെച്ചാൽ ദ ഫേം MC MRും ടച്ച് ചെയ്യുന്ന ആ പോയിൻ്റാണ് നമുക്ക് ഈ പോയിൻ്റായിട്ട് കിട്ടുന്നത്. ഇറ്റ് ഈസ് ആൻ ഔട്ട്പുട്ട് ഇൻ ON ആൻഡ് ദ പ്രൈസ് ചേഞ്ച് ഈസ് OP. ONും OP ആയിട്ടാണ് ഇതിൽ പ്രൈസ് കാര്യങ്ങൾ പറയുന്നത്. ഹിയൻസ് ദ അഡീഷണൽ ഔട്ട്പുട്ട് NM എന്ന് പറഞ്ഞൊരു അഡീഷണൽ ഔട്ട്പുട്ട് അവിടെയാണ് ഫേം എന്ത് ചെയ്യണത്, പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് പ്രൊഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ആ പോയിന്റിൽ എത്തുമ്പോഴാവും ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുക. ദിസ് NM യൂണിറ്റ് ഔട്ട്പുട്ട് വിച്ച് നോട്ട് പ്രൊഡ്യൂസ് എക്സസ് കപ്പാസിറ്റി. ഇവിടെ NM യൂണിറ്റ് എന്ന് പറഞ്ഞത് എക്സസ് കപ്പാസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണില്ല. When every firm restricts its output in this way, the total output in NM will be less than what it should be. ഇവിടെ ഉണ്ടാകുന്നതിനേക്കാൾ എല്ലാ ഫേംസും ഔട്ട്പുട്ട് ഉണ്ടാകുന്നതിനേക്കാളും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദിസ് മീൻസ് ദാറ്റ് റിസോഴ്സ് ഓഫ് എക്കണോമി ആർ നോട്ട് ഫുള്ളി യൂട്ടിലൈസ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരുടെ എക്കണോമി ഈ കാര്യം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. എ ഫേം വിച്ച് ആക്സസ് കപ്പാസിറ്റി കനോട്ട് ബി പ്രൊഡ്യൂസ് അറ്റ് മിനിമം കോസ്റ്റ്. സച്ച് ഫേം ഹാവ് ഹയർ കോസ്റ്റ്. മിനിമം കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഫേംസ് അവർ എന്ത് ഈടാക്കുന്നു, ഹൈ കോസ്റ്റ് അത് അവർ ഈടാക്കുന്നു. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവണം, പ്രൈസ് എന്താണ്, ഹൈ ആവണം അല്ലേ. ഹയർ കോസ്റ്റ് ഇതാകുമ്പോൾ അവിടെ പ്രൈസ് ആവും. ദിസ് മീൻസ് ദ കൺസ്യൂമർ പേയിങ് ഹയർ പ്രൈസ് ദാൻ ദേ വാട്ട് ദേ ഷുഡ് ബി പേ. അപ്പോൾ ഈ സിറ്റുവേഷൻ എത്തുമ്പോൾ എന്താ ഉണ്ടാവണേ, കൺസ്യൂമേഴ്സ് നല്ല രീതിയിൽ കുറേ ഹൈ പ്രൈസിൽ പ്രൊഡക്റ്റ് മേടിക്കേണ്ടി വരും. ഇവിടെ ഫേം പ്രൊഡ്യൂസ് ചെയ്യണത് OM ക്വാണ്ടിറ്റി, അതായത് ഔട്ട്പുട്ട് ആയിട്ട് വിച്ച് ALC ഇൻ മിനിമം. ദ പ്രൈസ് വുഡ് ഹാവ് ബീൻ OP1. ദ പ്രൈസ് ഈസ് ലോവർ. പ്രൈസ് ഇതിൽ കുറയും. ഇൻ ഫാക്ട് ദ കൺസ്യൂമർ ഹാവ് പേ ഓൺലി OP1 പ്രൈസ് ഫോർ ദ പ്രോഡക്റ്റ്. ഒരു കുറച്ച് പ്രൈസ് മാത്രമാണ് അവർക്ക് OP1 പ്രൈസ് ആകുമ്പോൾ കൊടുക്കേണ്ടുള്ളൂ. പക്ഷേ OP പ്രൈസ് ചിലപ്പോൾ വിച്ച് അവർ ഹീസ് ഹയർ, ചിലപ്പോൾ ദിസ് വീക്ക് യൂട്ടിലൈസ്ഡ് എക്സസ് കാറ്റ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഏത് എക്സസ് കപ്പാസിറ്റി. ദസ് എക്സസ് കപ്പാസിറ്റി ഈസ് എ സോഷ്യൽ വേ. അതുകൊണ്ട് ഇതിനെ സോഷ്യൽ വെയിറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻഎഫിഷ്യൻസി ഓഫ് ദ റിസൾട്ട് ലോസ്. അതോടെ എന്താ ഉണ്ടാവുകയാണ്, സൊസൈറ്റിയിൽ അവരുടെ ലോസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് ഗ്രാഫിൻ്റെ പറയുന്നത്. ഇനി അതിൽ റീസൺസ് ഉണ്ട്. എക്സസ് കപ്പാസിറ്റിയിൽ 2 റീസൺസ് ആണ് ഉള്ളത്. അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ബൈ കോമ്പറ്റിംഗ് ഫേം കോസ് ഡിമാൻഡ് കം ഓഫ് ഇൻഡിവിജ്വൽ ഫേം ടു ഡൗൺവേർഡ് സ്ലോപ്പ്. ഇവിടെ മോണോപോളിസ്റ്റ് 2 റീസൺസ് ആണ് ഇവരുടെ എക്സസ് കപ്പാസിറ്റി ആവാത്തതിൻ്റെ 2 റീസൺസ്. അതായത് നമ്മൾ പറഞ്ഞു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ എന്താണ് അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. എന്താണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ? പ്രോഡക്റ്റിന് പറ്റിയിട്ട് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി, സൈസ്, കളറ് അങ്ങനത്തേത് അത് ആയതുകൊണ്ട് അവിടെ എന്താണ് സ്ലോപ്പ് ആവണം. The number of അടുത്ത പോയിന്റ്, the second reason പറഞ്ഞാൽ the number of competing firm is large. Every firm behaves independently. അവരെങ്ങനെയാണ്, കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അവരെന്താണ്
ഇൻഡിപെൻഡൻ്റ് സ്വതന്ത്രമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ബിഹേവ് ചെയ്യുന്നത്. ഹെൻസ് കോമ്പറ്റീഷൻ ത്രൂ ന്യൂ എൻട്രി ആൻഡ് പ്രൈസ് വേരിയേഷൻ കണ്ടിന്യൂസ് അണ്ടിൽ എവറി ഫേം ഏൺ ഓൺലി നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ എന്താണ്, കുറേ ഫേംസ് അവിടെ എൻട്രി ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കുറേ ഫേംസ് എൻട്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയം അവർക്ക് എന്തുണ്ടാവുന്നത്, നോർമൽ പ്രോഫിറ്റാണ് ഉണ്ടാവുന്നത്. ദിസ് ടിപ്പിക്കലി ഫേം ഡു നോട്ട് റീച്ച് ലോണറി അണ്ടിൽ ദ ഡിമാൻഡ് കർവ് ടാൻജൻറ്റ് ടു AC. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് റീസൺ. ലോങ് റൺ ടാൻജൻറ്റ് സൊല്യൂഷൻ ആർ ദ റീസൺ ഫോർ എക്സസ് കപ്പാസിറ്റി ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.